യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ 2023ലെയും 2025ലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 2024 ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്തു നിന്നും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറിഡിയൻ എന്നുള്ള നോവലിലെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മദറിൻ്റെ പേര്. അപ്പോൾ മദറിൻ്റെ പേര് മിസ്സസ് ഹിൽ എന്നാണ്, അല്ലെങ്കിൽ ലുവീനി ഹിൽ എന്നാണ്. സ്ട്രിക്റ്റ് റിലീജിയസ് വുമൺ ആണ്. ട്രഡീഷണൽ മദർഹുഡിനെ അല്ലെങ്കിൽ സാക്രിഫൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. അപ്പോൾ നിങ്ങൾ ഈ ജെൻഡർ സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വർക്ക്സിൻ്റെ പേരും അതിൻ്റെ ഓതേഴ്സിൻ്റെ പേരും നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഓതറിൻ്റെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിൻ്റെ പേരുകളും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ പഠിക്കുന്ന ടെക്സ്റ്റ് വർക്കിൻ്റെ പേര് നല്ലപോലെ അറിയുക, അതിൻ്റെ ഓതറിൻ്റെ പേരും അറിയുക. അതുപോലെ തന്നെ ആ ഓതർ എഴുതിയ മറ്റ് ഫേമസ് വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം കൂടി ഒന്ന് പഠിച്ചു വെക്കുക അഡീഷണലായിട്ട്. അപ്പോൾ രേവതിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ദ ട്രൂത്ത് അബൌട്ട് മീ എ ഹിജ്റ ലൈഫ് സ്റ്റോറി എന്നാണ്. അത് ലൈഫ് ഓഫ് എ ട്രാൻസ്ജെൻഡർ വുമൺ ഇൻ ഇന്ത്യ, ഐഡൻറ്റിറ്റി, മാർജിനലൈസേഷൻ, സർവൈവലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഒരു ഹിജ്റ എഴുതിയ, അതായത് രേവതിയുടെ ഓട്ടോബയോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത്, ട്രൂത്ത് അബൌട്ട് മീ എന്ന് പറയുന്നത്. ക്യൂർ ലിറ്ററേച്ചറിലെ ലാൻഡ്മാർക്കാണ് ഈ ട്രൂത്ത് അബൌട്ട് മീ എന്നുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇനി ഹെട്രോനോർമേറ്റിവിറ്റി എന്നുള്ള ടേം ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാണ് ഈ ടേം കോയിൻ ചെയ്തതെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ഇങ്ങനെ ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ വരുന്നതാണ്. അപ്പോൾ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് മൈക്കിൾ വാർണറാണ്. ആൻഡ് അദ്ദേഹം എന്താ പറയുന്നത്, ഈ അതായത് ഹെട്രോസെക്ഷുവാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടേമാണ് ഈ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ജെൻഡർ ആൻഡ് ക്യൂർ സ്റ്റഡീസിൽ മിക്കവാറും വൈഡായിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഹെട്രോനോർമേറ്റിവിറ്റി. ആൻഡ് ഓൾസോ LGBTQ ഐഡൻറ്റിറ്റി, ഇവരെയൊക്കെ മാർജിനലൈസ് ചെയ്യുന്നൊരു ടേമാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെട്രോസെക്ഷുവാലിറ്റിയാണ് നോർമൽ, അതായത് only two genders are there, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കോൺസെപ്റ്റാണ് ഈ ഹെട്രോനോർമേറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. മൈക്കിൾ വാർണറാണ് ഇത് ടേം കോയിൻ ചെയ്തത്. 2 ദളിത് വിമൻ പോയിറ്റ്സിൻ്റെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. ഭാമയും മീന കന്ദസ്വാമി എഴുതാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ 2 പേരുടെ എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിവഗാമി എന്നുള്ള റൈറ്ററിൻ്റെ പേര് എഴുതാം. അത് 2025 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇവർ എല്ലാവരും ദളിത് വിമൻ പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവർ കാസ്റ്റ് ഓപ്പറേഷനെ കുറിച്ചും ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെയാണിക്കും എഴുതുന്നത് കേട്ടോ. പിന്നെ ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത്? ജൂഡിത്ത് ബട്ട്ലറാണ്. ജെൻഡർ ട്രബിൾ എന്നുള്ള വർക്കിനകത്താണ് അവർ ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെൻഡർ എന്ന് പറയുന്നത് ഒരു മിയർ പെർഫോമൻസ് മാത്രമാണ്. അത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തേക്കുന്നൊരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മായ ഏഞ്ചലോടെ ഏതെങ്കിലും ഒരു വർക്ക്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക് എഴുതാം, അല്ലെങ്കിൽ ഐ നോ വൈ ദ കേജ് ബേർഡ് സിങ്സ് പഠിക്കാനുള്ള വർക്കോ അല്ലെങ്കിൽ മറ്റൊരു വർക്കും കൂടി മായ ഏഞ്ചലോടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. റേസിസം ആൻഡ് ട്രോമയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഓക്കെ, ഇത്രയും ഈ 2 പോയിന്റ്സുകൾ നോക്കി വെക്കുക. ഇനി LGBTQIയുടെ ഫുൾ ഫോം, അതായത് ആ ഫുൾ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് എല്ലാ വാക്കിൻ്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലെസ്ബി എന്ന് വെച്ചാൽ എന്താണ്, ഗേ എന്ന് വെച്ചാൽ എന്താണ്, LGBTQI വരെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ LGBTQI+ എന്നാണ് നമ്മൾ അങ്ങനെ എഴുതാറുണ്ട്. പ്ലസ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയും കാറ്റഗറീസ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ T എന്ന് വെച്ചാൽ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. T എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡറിനെയാണ്. T in LGBTQI സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആരാണ്? അവർ ബർത്ത് സെക്സിൽ നിന്ന് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ മെയിലായിട്ടാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ, അതായത് അയാളുടെ ബയോളജിക്കൽ ഓർഗൻസ് മെയിലിൻ്റേതാണെന്നുണ്ടെങ്കിലും, പക്ഷേ അവർക്ക് മനസ്സിൽ തോന്നുന്നത് അവരുടെ ജെൻഡറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫീമെയിലായിട്ടായിരിക്കും. അതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. തിരിച്ചു അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ട്രാൻസ് മെൻ വരുന്നുണ്ട്, ട്രാൻസ് വിമൻ വരുന്നുണ്ട്. പിന്നെന്താണ്, ഇത് ക്യൂർ റൈറ്റ്സ് മൂവ്മെൻറ്റിലൊരു കാറ്റഗറിയാണെന്ന് പറയുന്നത് LGBTQI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അല്ലാതെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇനി എന്നാണ് ആർട്ടിക്കിൾ 377 റിമൂവ് ചെയ്തത്? 2018 ഇത് റിമൂവ് ചെയ്തത്. ഈ ആർട്ടിക്കിൾ 377 എന്ന് പറയുന്നത് കൊളോണിയൽ ടൈമിൽ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു ആർട്ടിക്കിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു 377. അത് 2018 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ആർട്ടിക്കിൾ 377 എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് അതിനെ ഡീക്രിമിനലൈസ് ചെയ്തു. അതായത് ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈം അല്ല എന്നുള്ള രീതിയിൽ അതിനെ ആക്കി തീർത്തു. ഓക്കെ,
അപ്പോൾ ഇത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഡിസിഷൻ ആയിരുന്നു. സെയിം സെക്സ് റിലേഷന് ലീഗലായിട്ട് കൺസെൻസ് കൊടുത്തു, അതായത് ആ ഒരു ലീഗലായിട്ടുള്ള അക്സെപ്റ്റൻസ് കൊടുത്തതായിരുന്നു. ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. LGBTQ റൈറ്റ്സിന് ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിരുന്നു ആർട്ടിക്കിൾ 377. ഓക്കെ. പിന്നെ ദ്രൗപദി മഹാശ്വേത ദേവിയുടെ ഏത് ട്രൈബിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്? ഈ ദ്രൗപദി അല്ലെങ്കിൽ ദോപ്തി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഏത് ട്രൈബിൽ നിന്ന് വന്നതാണ്? സന്താൽ ട്രൈബിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ ആദിവാസി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന സ്റ്റേറ്റ് വയലൻസ്, മിലിറ്ററി ബ്രൂട്ടാലിറ്റി, ട്രൈബൽ റെസിസ്റ്റൻസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ട്രൈബിനെയാണെന്ന് വെച്ചാൽ സന്താൽ, SANTHAL. അപ്പോൾ ഈ ദ്രൗപദി എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്കവാറും വയലൻസ് എങ്ങനെയായിരുന്നു, ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഈ ദ്രൗപദി എന്നുള്ള ക്യാരക്ടറിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ സേനാ നായകിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ 2 ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ പോയിറ്റ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിനകത്ത് പഠിക്കാനുള്ളത് എഴുതാം, അല്ലെങ്കിൽ അല്ലാതെയും എഴുതാം. മായ ഏഞ്ചലോ, ഓഡ്രെ ലോഡ്, ഇതൊക്കെ എഴുതാം. അവരിപ്പം ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ എന്തിനെക്കുറിച്ചായിരിക്കും എഴുതുന്നത്? റേസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതിനെക്കുറിച്ചാണ് എഴുതുന്നത്. ഓക്കെ. പിന്നെ ദളിത് ഫെമിനിസം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പല ടൈപ്പ് ഓഫ് ഫെമിനിസംസ് നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് ഫെമിനിസം, ദളിത് ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം, എക്കോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ ദളിത് ഫെമിനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്റ്റും ജെൻഡർ ഒപ്രഷനും വരുന്ന ഫെമിനിസമാണ് ദളിത് ഫെമിനിസം. ദളിത് ഫെമിനിസം എന്ന് പറയുമ്പോൾ 2 ടേം ഉണ്ട്, ദളിത്തും ഉണ്ട്, ഫെമിനിസവും ഉണ്ട്. ദളിത് എന്ന് പറയുമ്പോൾ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷനും വരും. ഫെമിനിസം എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും വരും, അല്ലേ? അപ്പം ഫെമിനിസം, അതായത് ദളിത് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഫെമിനിസത്തിനകത്ത് കാസ്റ്റിൻ്റെയും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് ദളിത് ഫെമിനിസം എന്ത് ചെയ്യുന്നത്, പിന്നെ മെയിൻ സ്ട്രീം ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു ഫെമിനിസം കുറച്ചും കൂടി ദളിത് ബ്രോഡറായിട്ട് മാറുന്നത്. ഭാമയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ദളിത് റൈറ്റേഴ്സിൻ്റെയൊക്കെ കാര്യം പറയുക, അവരുടെ വർക്ക്സിനെ കുറിച്ചൊക്കെ പറയുക. മാർക്സിനനുസരിച്ച് വേണം ഇത് എഴുതാൻ. അപ്പോൾ അവർ ഈക്വാളിറ്റിക്ക്, സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് ദളിത് ഫെമിനിസ്റ്റുകൾ. പിന്നെ ദളിത് ഫെമിനിസത്തിനകത്ത് വരുന്ന റൈറ്റേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ട് അവരുടെ വർക്ക്സിനകത്തും എന്താണ് വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇനി എന്താണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഹെട്രോസെക്ഷുവാലിറ്റിയെ നോമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഹെട്രോനോർമേറ്റിവിറ്റി. അപ്പോൾ ക്യൂർ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ LGBTQI കമ്മ്യൂണിറ്റീസിനെ എല്ലാം അത് മാർജിനലൈസ് ചെയ്യും, അല്ലേ? ഇത് മൈക്കൽ വാർണറാണ് കോയിൻ ചെയ്തത്. ക്യൂർ തിയറിയെ ചലഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ദർ ആർ ഓൺലി 2 genders, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കോൺസെപ്റ്റിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫിനോമിനൽ വുമൺ എന്നുള്ള വർക്കിൻ്റെ മെയിൻ ഐഡിയ എന്താണ്? അത് സെൽഫ് കോൺഫിഡൻസിനെ, ബ്യൂട്ടി ബിയോണ്ട് സ്റ്റാൻഡേർഡ്സിനെ റീഡിഫൈൻ ചെയ്യുന്നു, സ്ത്രീകളെ എംപവർ ചെയ്യുന്നു, സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസിനെ റിജക്റ്റ് ചെയ്യുന്നു, സെൽഫ് ലവിനെ അല്ലെങ്കിൽ കോൺഫിഡൻസിനെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ മൈലമ്മ ദ ലൈഫ് ഓഫ് എ ട്രൈബൽ എക്കോ വാരിയറിൻ്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും 2025 ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരൊരു എക്കോ വാരിയർ, അതായത് എൻവയോൺമെൻറ്റിന് വേണ്ടി ഒരു പോരാളിയായിട്ട് ഇവരെപ്പം മാറി, അല്ലെങ്കിൽ ഏത് ഇൻസിഡൻറ്റ് ഇവരെ മാറ്റി എന്ന് വെച്ചാൽ പ്ലാച്ചിമടയിലെ ഇൻസിഡൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മൈലമ്മയുടെ ആ ഒരു സ്റ്റോറിയാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ജെൻഡർ ജസ്റ്റിസിൻ്റെ ക്വസ്റ്റ്യൻ പിന്നെയും 2025 ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫെയർനെസ് കൊടുക്കുക, ഡിസ്ക്രിമിനേഷനെ ഒപ്പോസ് ചെയ്യുക, ഈക്വൽ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, പിന്നെന്താണ്? ഡിഗ്നിറ്റി ഉണ്ട് എല്ലാ ജെൻഡേഴ്സിനും. അതാണ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത്. പിന്നെ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. മിക്കവാറും ഉള്ള ദർ വാസ് ദിസ് മിസ്കൺസെപ്ഷൻ റിഗാർഡിംഗ് ദ 2 terms സെക്സ് ആൻഡ് ജെൻഡർ. അതായത് പണ്ടത്തെ ആളുകൾ ബിലീവ് ചെയ്തിരുന്നത് സെക്സും ജെൻഡർ എന്ന് പറയുന്ന 2 ടേംസിനും ഒരേ മീനിങ് ആയിരുന്നു എന്നായിരുന്നു. പക്ഷേ ഒരു 1980s ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ക്യൂർ തിയറി, ഈ ഫെമിനിസം, ജെൻഡർ തിയറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് പിന്നീട് ആളുകൾക്ക് മനസ്സിലായത് സെക്സും ജെൻഡർ എന്ന് പറയുന്ന രണ്ടും 2 ടേമാണ്, 2നും 2 മീനിങ് ആണ്. സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കലാണ്, നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ കോൺസ്ട്രക്റ്റ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലാണെന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി സെക്സ് ദേ ആർ ബോൺ വിത്ത് എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ. അതായത് അവരുടെ ജെൻഡർ വേറെ, അവരുടെ സെക്സ് വേറെ. അങ്ങനെയാണ് അവർ ട്രാൻസ്ജെൻഡേഴ്സായിട്ട് മാറുന്നത്. എന്ന് വെച്ചാൽ അവർ ജനിക്കുന്നത് മെയിൽ ബോഡി പാർട്സ് ഒക്കെ ആയിട്ടായിരിക്കും അവർ ജനിക്കുന്നത്. പക്ഷേ അവരുടെ ജെൻഡർ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫീമെയിൽ ആയിട്ടായിരിക്കും. മനസ്സിലായോ? നമ്മൾ എന്താണോ അതാണ് നേരത്തെ മറ്റേ ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ജെൻഡർ ട്രബിൾ അല്ലെങ്കിൽ ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്നുള്ള ടേമൊക്കെ അവിടെയാണ് പ്രസക്തമായി മാറുന്നത്.
ഒരു സ്ത്രീ ഇപ്പോൾ ജനിച്ചു, അവർക്ക് ബയോളജിക്കൽ പാർട്സ്, അവരുടെ സെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബയോളജിക്കൽ പാർട്സ് വെച്ചിട്ട് അവർ സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ ഫീമെയിലാണ്. പക്ഷേ അവരുടെ ജെൻഡർ അവർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവർ മെയിലായിട്ടാണ് അവർക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് രണ്ടും ഡിഫറൻസ് വരും. അങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സെക്സ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ഫിക്സ്ഡ് ആയിരിക്കും, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ജെൻഡർ എന്ന് പറയുമ്പോൾ വേരി ചെയ്യാം. അതിന് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി ഇൻഡിവിജ്വൽ. അത് ഒരു ഇൻഡിവിജ്വലിന് ഡിസൈഡ് ചെയ്യാം അയാൾ ഏത് ജെൻഡറിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി വരുന്നതെന്ന് വെച്ചാൽ നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ്. നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹെട്രോസെക്ഷുവാലിറ്റിക്ക് ഔട്ട്സൈഡായിട്ട് നിൽക്കുന്നവർ, അതായത് സെക്ഷുവാലിറ്റീസ് ഔട്ട്സൈഡ് ഹെട്രോസെക്ഷുവൽ നോംസ്, അതായത് നമ്മുടെ LGBTQI ഐഡൻറ്റിറ്റീസിനെയാണ് നമ്മൾ നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ് എന്ന് പറയുന്നത്. അവർ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സെക്ഷുവാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ്, ഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു, ക്യൂർ തിയറിക്ക് സെൻട്രൽ ആയിട്ടുള്ളവർ. ഓക്കെ, പിന്നെ വിജില ചിറപ്പാടിൻ്റെ വേസ്റ്റ് ലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫെമിനിസം ചോദിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ഫെമിനിസം എഗെയിൻ 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2025 2024 ക്വസ്റ്റ്യനകത്തുണ്ടായിരുന്നു. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് ഇസ്ലാമും ഫെമിനിസം കൂടി കമ്പൈൻ ചെയ്യുന്നു. ജെൻഡർ ഇക്വാളിറ്റി വിത്തിൻ ഇസ്ലാം, റിലീജിയസ് ടെക്സ്റ്റിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു ഒരു ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലൂടെ. അതാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത്. പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു, അഗെയിൻ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഐഡൻറ്റിറ്റീസ്? ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഹൗ ഇൻഡിവിജ്വൽസ് ഡിഫൈൻ ദംസെൽസ്, അതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ജെൻഡറിനനുസരിച്ച് ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തീരുമാനിക്കാം, കാസ്റ്റിനനുസരിച്ച് തീരുമാനിക്കാം, ക്ലാസ്സിനനുസരിച്ച് തീരുമാനിക്കാം, സെക്ഷുവാലിറ്റിക്ക് അനുസരിച്ച് തീരുമാനിക്കാം. ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് മിക്കവാറും സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. അത് മാറാം, അത് ഫ്ലൂയിഡ് ആണ്, അല്ലെങ്കിൽ അത് ചേഞ്ചിങ് ആണ്. ഓക്കെ, ഇനി വരുന്നത് ഹെലൻ ഓഫ് ട്രോയിയുടെ കൗണ്ടർ ടോപ്പ് ഡാൻസിങ് മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ. അതിനകത്ത് ഏത് മിത്തോളജിക്കൽ ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുക. അത് ഹെലൻ ഓഫ് ട്രോയ്, ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന ഹെലൻ ഓഫ് ട്രോയിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അതായത് സ്ത്രീകളെ, വിമൻ്റെ ഒബ്ജക്റ്റിഫിക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബ്യൂട്ടിയുടെ ആ കമോഡിഫിക്കേഷൻ ഓഫ് ബ്യൂട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി എന്താണ് LGBTQI എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി അതുപോലെ തന്നെ ഫെമിനിസംസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസംസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പ് ഫെമിനിസം മൂവ്മെൻറ്റ്സ് ഉണ്ട്. ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ദളിത് ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ, പിന്നെ എക്കോ ഫെമിനിസം ഉണ്ട്. പിന്നെ ക്യൂർ അല്ലാതുള്ള എന്താണ് ഒരുപാട് കാറ്റഗറീസ് ഫെമിനിസം വരുന്നുണ്ട്. അതിനെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ് ഫെമിനിസംസ് എന്നുള്ള കോൺസെപ്റ്റിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ്, അതാണ് പറയുന്നത്. ഇനി ബെൽ ഹൂക്സിൻ്റെ അഭിപ്രായം എന്താണ് ഓൺ ഫെമിനിസം? അപ്പോൾ ബെൽ ഹൂക്സ് ഫെമിനിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്സിസത്തിനെ എൻഡ് ചെയ്യുന്ന എന്താണോ അത് ഫെമിനിസമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ജെൻഡേഴ്സ്, ഒപ്രഷനെതിരെ ഫൈറ്റ് ചെയ്യുക, ഇക്വാളിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, ലവ് ആൻഡ് ജസ്റ്റിസിനെ എംഫസൈസ് ചെയ്യുക. ഇതാണ് അവരുടെ ടേക്ക് ഓൺ ഫെമിനിസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി മെഹജൻ ഇൻ ദ്രൗപദി. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ദ്രൗപദി എന്നുള്ള വർക്കിനകത്തുള്ള ദ്രൗപദി മെഹജൻ, അതിനകത്ത് മെയിൻ ക്യാരക്ടറിനെ കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ ക്രൂവൽറ്റിയെക്കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രൈബൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റേറ്റ് വയലൻസിൻ്റെ വിക്റ്റിമായിട്ട് ദ്രൗപദി എങ്ങനെ മാറുന്നു, മിലിറ്ററി വയലൻസിൻ്റെ വിക്റ്റിമായിട്ട് ഇവരെങ്ങനെ മാറുന്നു, സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവരെങ്ങനെ മാറുന്നു, പേട്രിയാർക്കി എങ്ങനെ ഇവർ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് എഴുതേണ്ട പോയിൻറ്റ്സ്. പിന്നെ മെറിഡിയൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്, ട്രഡീഷണൽ ആയിട്ടുള്ള റോൾസിനെ എല്ലാം റിജക്റ്റ് ചെയ്യുന്നു, സിമ്പിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, പിന്നെ മീന കന്ദസ്വാമിയുടെ മസ്കാര എന്നുള്ളത് ദേവദാസി സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമനെ കാണിക്കുന്നു, കാസ്റ്റ് ഒപ്രഷനെ കാണിക്കുന്നു. പിന്നെ എന്താണ് സെക്ഷുവാലിറ്റീസ്? സെക്ഷുവാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ ഐഡൻറ്റിറ്റീസ് എന്നാണ് സെക്ഷുവാലിറ്റി. അപ്പോൾ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതാൻ, നിങ്ങൾക്കത് സോഷ്യലി ഷേപ്ഡ് ആണ്. എന്താണ് സെക്സും ജെൻഡറും നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അത് തന്നെയാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ജെൻഡർ സ്റ്റഡീസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പവർ സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ LGBTQIയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ
ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ് എന്നുള്ള വർക്കിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്, കോൺവെർസേഷണൽ ടോണിൽ എഴുതി പോയേക്കുന്നു, ഐറണി യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ള വേർഡ്സ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു മോഡേൺ പോയമാണ്. ഫ്രീ വേർഡ്സ് എന്ന് വെച്ചാൽ റൈമും റിതമും മീറ്ററും ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ഫ്രീ ഫ്ലോ ഓഫ് ഐഡിയാസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയേക്കുവാണ്. അതിലൊരു സ്ട്രോങ് നറേറ്റീവ് വോയിസ് ആണ് ഉള്ളത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വരുന്നത് 2 അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, ബെൽ ഹൂക്സും ഓഡ്രെ ലോഡും. പിന്നെ ക്യൂർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോസെക്ഷൽ നോംസിന് വെളിയിൽ നിൽക്കുന്ന ഐഡൻറ്റിറ്റീസ്, അതാണ് ക്യൂർ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ LGBTQI ഐഡൻറ്റിറ്റീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോവുക. പിന്നെ എന്താണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് വെച്ചാൽ കിംബർലി ക്രെൻഷോ ഡിഫൈൻ ചെയ്ത ടേമാണ്, അല്ലെങ്കിൽ കോയിൻ ചെയ്ത ടേമാണ്. അതെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ഫോംസ് ഓഫ് ഒപ്രഷൻ. അപ്പോൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് വെച്ചാൽ കാസ്റ്റും ജെൻഡറും റേസും ക്ലാസും എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുന്നു, അതാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതായത് ആളുകൾ ഡിസ്ക്രിമിനേഷൻ മൾട്ടിപ്പിൾ വേസിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ടേമാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഗായത്രി ചക്രവർത്തി ആരുടെ സ്റ്റോറിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആരുടെ സ്റ്റോറിയാണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് സ്റ്റോറീസ് എന്നുള്ള വർക്ക് ഗായത്രി ചക്രവർത്തി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരുടെ വർക്കാണ്? ബ്രസ്റ്റ് സ്റ്റോറീസ്. അത് മഹാശ്വേത ദേവിയുടെ വർക്ക്സാണ് ബ്രസ്റ്റ് സ്റ്റോറീസ്. ഈ ബ്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഈ ബ്രസ്റ്റ് എന്നുള്ളതിനെ ഒരു സിമ്പിളാക്കി വെക്കുകയാണ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സെക്ഷൽ ഒപ്രഷൻ, ഇങ്ങനൊരു ടേമാക്കി, ഇങ്ങനൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഷോർട്ട് സ്റ്റോറീസാണ്. അത് മഹാശ്വേത ദേവി ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഗായത്രി ചക്രവർത്തി സ്പിവക്. ഓക്കെ, അതൊരു ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആണ് കേട്ടോ. പിന്നെ ക്യാൻ ദ സബോൾട്ടേൺ സ്പീക്ക് ആരാണ് എഴുതിയത്? അത് എഗെയിൻ ഗായത്രി ചക്രവർത്തി സ്പിവക് ആണ്. SPIVAK എന്നാണ് കേട്ടോ സ്പിവക്കിൻ്റെ സ്പെല്ലിംഗ്. അപ്പം സബോൾട്ടേൺ സ്പീക്ക് എന്നുള്ളതിനകത്ത് പറയുന്നത് ഈ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു വർക്കാണ്. ഓക്കെ, അതൊരു പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റാണ്. അത് ജെൻഡർ സ്റ്റഡീസിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ പോയത്തിനകത്തുള്ള മിത്തിക്കൽ ആർക്കിടൈപ്പ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് ഏത് മിത്തിക്കൽ ക്യാരക്ടറിനെയാണ്, അല്ലെങ്കിൽ ഏത് മിത്തിക്കൽ സിമ്പലിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഹെലൻ ഓഫ് ട്രോയി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെലനെ മോഡേൺ ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് പ്ലേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പോമാണിത്. അതിപ്പം സ്ത്രീകളുടെ ഒബ്ജക്റ്റിഫിക്കേഷനെതിരെയാണിത് പറഞ്ഞു പോയിരിക്കുന്നത്. എന്താണ് ഹോമോസെക്ഷുവാലിറ്റി? അട്രാക്ഷൻ ടു ദ സെയിം സെക്സ്. അതിനകത്ത് വരുമ്പം ഗേ എന്താണെന്നും ലെസ്ബിയൻ എന്താണെന്നും ഇതിനകത്ത് പറഞ്ഞു പോയേ പറ്റത്തുള്ളൂ. ഇതാണ് ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് LGBTQIനകത്ത് ലെസ്ബിയൻ എന്താണ്, ഗേ എന്താണെന്ന് ഇതിനകത്ത് പറഞ്ഞു പോയേക്കണം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വർക്ക്സ് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ വർക്ക്സിനെ കുറിച്ച് എഴുതി പോയേക്കുക. പിന്നെ വരുന്നത് പെർഫോമേറ്റിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻഡർ പെർഫോമേറ്റിവിറ്റി, അതുതന്നെയാണ് പെർഫോമേറ്റിവിറ്റി. അതാരാണ് കൊണ്ടുവന്ന? ജൂഡിത്ത് ബട്ട്ലറാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ആക്ഷൻസിലൂടെ പെർഫോം ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് സെക്സുമായിട്ടൊരു ബന്ധവുമില്ല, അതായത് ബയോളജിക്കലായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ ഉണ്ടല്ലോ, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്? സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹൂം വൺ ഇസ് അട്രാക്റ്റഡ് ടു. ഏത് സെക്സിനോടാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്? ഹെട്രോസെക്ഷൽ ആവാം, ഹോമോസെക്ഷൽ ആവാം, ബൈസെക്ഷൽ ആവാം. അത് ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ. പിന്നെ വരുന്നത് പ്രൈഡ് പരേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2024 ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആണ്. പ്രൈഡ് പരേഡ് എന്ന് വെച്ചാൽ LGBTQIയുടെ സെലിബ്രേഷനെയാണ്, അവരുടെ ഐഡൻറ്റിറ്റി സെലിബ്രേഷനാണ് പ്രൈഡ് പരേഡ് എന്ന് പറയുന്നത്. ഈക്വാളിറ്റി വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് അവരിത് നടത്തുന്നത്. പ്രൊട്ടസ്റ്റ് മൂവ്മെൻ്റ് ആണിത്. ആനുവലായിട്ട് വേൾഡ് വൈഡ് ഹെൽഡ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് ആൻഡ് പ്രൈഡിൻ്റെ സിമ്പിളാണ്. പിന്നെ ഇവരുടെ ഒരു റെയിൻബോ ഫ്ലാഗ് ആണുള്ളത്, പ്രൈഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇവർ നടത്തുന്നത്? ഇവർക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ LGBTQI കമ്മ്യൂണിറ്റി പ്രൈഡ് പരേഡ് നടത്തുന്നത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് ഡിസിഷൻസ്. അതായത് ജെൻഡർ ഇനിക്വാളിറ്റി, ജെൻഡറുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്ത് വേണം ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ. ഇപ്പോൾ ജെൻഡർ ഇനിക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ പവറാണ്. പേട്രിയാർക്കി എന്ന് പറയുമ്പം പ്രിവിലേജ് കൊടുക്കുന്ന ആർക്കാണ്? പവർ കൊടുക്കുന്ന ആർക്കാണ്? മെന്നിനാണ് പവർ കൊടുക്കുന്നത്. ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുവാണ്? ഈ പവറിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സ്ത്രീകൾക്കിടയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ്റെ ഇടയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പവറിനെ എന്ന് പറയുന്നതാണ് കോൺസെപ്റ്റാണ് ഫെമിനിസം. ഓക്കെ. പിന്നെ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ഫെമിനിസം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദളിത് ഫെമിനിസത്തിൻ്റെ കൺസേൺസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത്? കേറ്റ് വില്ലറ്റ് ആണ്. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ പവർ റിലേഷൻസ് ഇൻ സെക്ഷുവാലിറ്റി. അതായത് എങ്ങനെയാണ് പേട്രിയാർക്കി ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ജെൻഡർ ഇനിക്വാളിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്.
പിന്നെ വുമണിസം എന്നുള്ള ടേം എഗെയിൻ അതും 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആലിസ് വാക്കറിൻ്റെ ടേമാണ് വുമണിസം. അത് ബ്ലാക്ക് വിമൻ്റെ എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്യുന്നു. ഫെമിനിസം എന്നുള്ള കോൺസെപ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടി ബ്രോഡറാണ് വുമണിസം. കാരണം എന്താണ്, റേസും ജെൻഡറും ക്ലാസ്സും ഒക്കെ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് എസെൻഷ്യലിസം? എസെൻഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിലീഫ് ദാറ്റ് എല്ലാ ട്രേറ്റ്സും നാച്ചുറൽ ആൻഡ് ഫിക്സ്ഡ് ആണ്. അതായത് ജെൻഡർ ഡിഫറൻസസ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഫെമിനിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, LGBTQI കമ്മ്യൂണിറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കാര്യമാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. അതായത് ഐഡൻറ്റിറ്റി, ഡൈവേഴ്സിറ്റി ഇതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ എന്താണോ നാച്ചുറൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ പോസ്റ്റ് ഹ്യൂമനിസം ആണ്. പോസ്റ്റ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ ഹ്യൂമൻ സെൻറ്റേർഡ് തിങ്കിങ്ങിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പോസ്റ്റ് ഹ്യൂമനിസം. അതിനകത്ത് ടെക്നോളജിയും എൻവയോൺമെൻറ്റും ആനിമൽസിനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സുപ്പീരിയോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. പുതിയ ഐഡൻറ്റിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യുക, ഇതൊരു മോഡേൺ തിയറിയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതിനകത്ത് LGBTQIയും പല ടൈപ്പ് ഓഫ് ഫെമിനിസവും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടേമാണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഹ്യൂമനിസത്തിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരും. ഏതാണ് നമ്മുടെ AI ഒക്കെ വരാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാം, നമ്മുടെ ഈ മൂവീസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഹ്യൂമനിസം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടെർമിനേറ്റർ അതൊക്കെ ഉണ്ടല്ലോ, ട്രാൻസ്ഫോമേഴ്സ്, അതൊക്കെയെന്ന് വെച്ചാൽ മെഷീൻ്റെ സുപ്പീരിയോറിറ്റിയെ കാണിക്കുന്ന ഫിലിംസാണ്. അപ്പം ഹ്യൂമൻ ബീയിങ്സിൻ്റെ സുപ്പീരിയോറിറ്റി അല്ല ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ സുപ്പീരിയോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഐഡിയോളജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്താണ്? ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ബിലീഫാണ് ഷേപ്പിംഗ് സൊസൈറ്റി. നമ്മുടെ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. പവർ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമുക്ക് മീഡിയയിലും റിലീജിയനിലും പൊളിറ്റിക്സിലും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഫെമിനിസം ഈസ് ഫോർ എവറിബഡി എന്നുള്ള പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയാണ്? ബെൽ ഹൂക്സിൻ്റെ ആണ്, അത് മറന്നു പോകരുത്. അതായത് ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാ ജെൻഡേഴ്സിനുള്ളവർക്കും ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒപ്രഷനെയും ഡിസ്ക്രിമിനേഷനെയും എന്താണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ ക്വസ്റ്റിനകത്ത് വരുന്ന എഗെയിൻ പ്ലാച്ചിമടയിലെ നമ്മുടെ മൈലമ്മയുടെ അത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദ്രൗപദി ബൈ മഹാശ്വേത ദേവിയുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മെറിഡിയൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ മറ്റേ ഹെലൻ ഓഫ് ട്രോയിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതും ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട് കേട്ടോ. മിത്തോളജി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മിത്തോളജി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീക്ക് മിത്തോളജിയിലെ ഹെലൻ ഓഫ് ട്രോയ് എന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇവിടെ കൊണ്ട് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ പിന്നെ പോയത്തിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആലിസ് വോക്കറിൻ്റെ നോവലിലെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, പിന്നെ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കൾച്ചറൽ കൺസ്ട്രക്റ്റ് ആയിട്ട് മാറുന്നു, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ്ഐക്കകത്തുനിന്നുള്ള കോൺസെപ്റ്റ് വെച്ച് വേണം നിങ്ങൾ എഴുതാൻ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്ഐ രീതിയിൽ ഫോക്കസ് ചെയ്യുക. പഠിക്കാനുള്ള എസ്ഐയിൽ നിന്ന് ആദ്യമേ എഴുതുക, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്തുവാണെന്ന് എഴുതുക. അതിനകത്ത് LGBTQയുടെ കാര്യം പറയണം. പിന്നെ അതുപോലെ തന്നെ ഫെമിനിസത്തിൻ്റെ കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക്. പിന്നെന്താണ് ടൈപ്സ് ഓഫ് ജെൻഡർ എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയാം. നമ്മുടെ ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ജെൻഡർ പെർഫോമേറ്റിവിറ്റിയെ കുറിച്ച് പറയണം നിങ്ങൾ. ഐഡൻറ്റിറ്റി എന്നുള്ള ടേമിനെ കുറിച്ച് പറയാം. സെക്ഷുവാലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ക്യാരക്ടേഴ്സ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ്ഐക്കകത്തുനിന്നുള്ള പോയിന്റ്സും ഒക്കെ ഇതിനകത്ത് എഴുതാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ദളിത് ഫെമിനിസത്തിൻ്റെ മേജർ ഇഷ്യൂസും കൺസേൺസും എന്തുവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ എന്താണ് ഫെമിനിസം, പിന്നെ ദളിത് ഫെമിനിസം എന്താണ്, മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, എന്നിട്ട് ദളിത് ഫെമിനിസം പറയുമ്പോൾ ദളിത് വിമൻ റൈറ്റേഴ്സിൻ്റെ കാര്യവും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിൽ ദളിത് റൈറ്റേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ദളിത് വർക്ക്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വിമൻ റൈറ്റേഴ്സിൻ്റെ. ആ വർക്ക്സിനകത്ത് എന്തൊക്കെ ഇഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ദളിത് ഫെമിനിസം എന്ന് പറയുമ്പോൾ ദളിത് കാസ്റ്റിൻ്റെയും വരുന്നുണ്ട്, ജെൻഡറിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയേണ്ടത്. പിന്നെ ദ്രൗപദിയുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ടു 2025 പിന്നെ ഒരു ജനറലൈസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പേട്രിയാർക്കി
പേട്രിയാർക്കിയുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആസ് എ ബോയ് അല്ലെങ്കിൽ ആസ് എ ഗേൾ എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, രണ്ടും എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, ഫ്രണ്ട്സ് ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, പേട്രിയാർക്കി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്നുള്ളത് ആൺകുട്ടികൾക്കും എഴുതാം പെൺകുട്ടികൾക്കും എഴുതാം. അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതും പേട്രിയാർക്കി എന്ന് പറയുന്നതും എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ എവറി ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പേട്രിയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും പവർ ഹോൾഡ് ചെയ്യുന്നത്? ആണുങ്ങൾ, അതായത് മെൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത് പവർ. സ്ത്രീകളെന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ജെൻഡേഴ്സ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രം ചെയ്ത് വെക്കരുത്. LGBTQI കമ്മ്യൂണിറ്റിയും ഇതിനകത്ത് പേട്രിയാർക്കിയുടെ ഡോമിനേഷനകത്ത് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ഡോമിനേഷനകത്ത് വരുന്ന ആ ഒരു കാര്യത്തിനകത്ത് വരുന്ന കാറ്റഗറിയാണ്. സോ ഇത് ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് തന്നെ നമുക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് തന്നെ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തോ വരും? നിങ്ങൾ ഇടുന്ന ഡ്രസ്സ്, അതായത് പിങ്ക് ഇസ് ഓൺലി ഫോർ ഗേൾസ്, ബാക്കിയുള്ള ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ ബോയ്സ് എന്ന് പറയുന്നത്. കളർ പോലും അവിടെ ജെൻഡർ ചെയ്യപ്പെടുവാണ് അല്ലേ. നിങ്ങൾക്ക് വരുന്ന ടോയ്സ് പോലും ജെൻഡേർഡ് ആണ്. ടോയ്സ് ഫോർ ജെൻഡേർഡ് എന്ന് വെച്ചാൽ ഇഫ് എ ഗേൾ ചൈൽഡ് ഇസ് ബോൺ എന്തായിരിക്കും പറയുന്നത്? ഷീ ഈസ് ബീങ് കണ്ടീഷൻഡ് ബൈ ദ സൊസൈറ്റി അല്ലെങ്കിൽ ബൈ ഹർ ഫാമിലി ഓർ ബൈ ഹർ റിലേറ്റീവ്സ് ലൈക്ക് ഷീ ഷുഡ് വാക്ക് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഷീ ഷുഡ് ഡ്രസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഷീ ഷുഡ് പ്ലേ വിത്ത് സച്ച് ആൻഡ് സച്ച് ടോയ്സ്. ഡോൾസ് വെച്ചിട്ട് പ്ലേ ചെയ്യാവൂ. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ കാറ് അല്ലേ. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടോയ്സ് വരുന്നുണ്ട്, ഡ്രസ്സ് വരുന്നുണ്ട്, പിന്നെന്താണ് ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, ഒരു പെൺകുട്ടി ഇരിക്കുക, നടക്കുക, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ലാഫ് ചെയ്യുക, എങ്ങനെ ചിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. ബോയ്സിന് പക്ഷേ അത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഓക്കെ. പിന്നെന്താണ് വരുന്നത്? ബോയ്സ് സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഗേൾസ് ഒബീഡിയൻ്റ് ആൻഡ് നർച്ചറിങ് ആയിരിക്കണം. പിന്നെന്താണ് അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ എഡ്യൂക്കേഷനകത്ത്, കരിയറിനകത്ത്, പേഴ്സണൽ ഫ്രീഡം എന്നുള്ള കോൺസെപ്റ്റിനകത്ത് വരുന്നു. ഇതൊക്കെ പറയണം. ഇതാണ് ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വേജസ് സാലറി കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണ് ഇതൊക്കെ അൺഈക്വൽ ആയിട്ടുള്ളൊരു ഡിവിഷൻ വരുന്നത്, ഡിസ്ക്രിമിനേഷൻ വരുന്നത്. ഹൗസ് ഹോൾഡിൽ എങ്ങനെ, എസ്പെഷ്യലി നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെന്താണ് ഇപ്പോൾ അമ്മമാരെന്ന് പറയുമ്പം മറ്റേ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വർക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ. അവർക്ക് സാലറി കിട്ടുന്നുണ്ടോ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്നതിന്? ഇല്ല. സോ അത് പറയുക. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്താലും അവർ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം, വീട്ടിൽ വന്ന് ജോലി ചെയ്തിരിക്കണം എന്നുള്ളത് അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ചാൽ അവർ ഫേസ് ചെയ്യുന്നത് ഡബിൾ ബേർഡൻ ആണ് അല്ലേ. പിന്നെ ആ വേജ് ഗ്യാപ്പ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് റോൾസ് സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്, പ്രമോഷന് അല്ലെങ്കിൽ ഹയറിങ്ങിൽ ഒരു ബയാസ് വരുന്നത്, പിന്നെ ഹാരസ്മെൻറ്റ്, അവർ ഫേസ് ചെയ്ത സെക്ഷൽ ഹാരസ്മെൻറ്റ്, സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഇല്ലാത്തത്. അതുപോലെ തന്നെ നമ്മളിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് മെൻസ്ട്രൽ ലീവ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞു മെൻസ്ട്രൽ ലീവ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കമ്പനീസ് ഹയർ ചെയ്യാൻ മടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലീവ് കൊടുക്കേണ്ടി വരുമല്ലോ മാസത്തിൽ ഇത്ര ദിവസം എന്നുള്ള ഒരു പ്രോബ്ലം എറൈസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കമ്പനീസ് ഇവരെ ഹയർ ചെയ്യാൻ, അതായത് ജോലിക്കെടുക്കാൻ വിസമ്മതിക്കുമല്ലോ എന്ന് വിചാരിച്ച് മെൻസ്ട്രൽ ലീവ് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലും കോടതി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യാം അല്ലേ. പിന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഹാരസ്മെൻറ്റുകളും, ഈ സ്ലട്ട് ഷെയ്മിങ്, അതായത് അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർ ഫേസ് ചെയ്യുന്ന സ്ലട്ട് ഷെയ്മിങ് എന്തൊക്കെയാണ്, ഡ്രസ്സിങ്ങിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്, ആസ് എ വുമൺ ആയതുകൊണ്ട് അവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുക. പിന്നെ മാരേജിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, ഡ്രസ്സ്, സെക്ഷുവാലിറ്റിക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ നിങ്ങൾ LGBTQIയുടെ കാര്യങ്ങളും എഴുതുക. ഓക്കെ. അതായത് സൊസൈറ്റിക്ക് എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് എന്നുള്ളത് എഴുതുക. ഒരു കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്ന വേറെ രീതിയിലായിരിക്കും, അങ്ങനെയുള്ളൊരു കാര്യം പറയുക. പിന്നെ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, ബോത്ത് ഫിസിക്കലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് വരുന്നുണ്ട്, ഒബ്ജക്റ്റിഫിക്കേഷൻ വരുന്നുണ്ട്, സെക്ഷൽ ഹാരസ്മെൻറ്റ് വരുന്നുണ്ട്. ആ LGBTQIയുടെ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എൻഡ് ചെയ്യാൻ. ഓക്കെ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർക്കിനനുസരിച്ചും നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്കിനനുസരിച്ചും വേണം, കണക്ട് ചെയ്തിട്ടും വേണം എഴുതാൻ. അല്ലാതെ ജനറലായിട്ട് മാത്രം പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് വർക്ക്സിനകത്ത് പഠിക്കാനുള്ള കാര്യവും കൂടി കമ്പയർ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഐഡിയാസ് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ 2023, 24, 25 ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉള്ളതെല്ലാം റിപ്പീറ്റഡ് ആണ്.
ക്വസ്റ്റിൻ്റെ ഫ്രെയിമിങ്ങിൽ മാത്രമാണ് ഇച്ചിരി പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഈ ടേംസ് വരുന്നതിനകത്തും കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അതൊന്നും അറിഞ്ഞു വെച്ചേക്കുക. അതായത് പോസ്റ്റ് ഹ്യൂമനിസം എന്താണ്, പിന്നെന്താണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, LGBTQI എന്താണ്, ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഫെമിനിസം, പല ടൈപ്പ് ഓഫ് ഫെമിനിസം എന്താണ്, ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.